മൂസക്കായി എന്റെ പുതിയ നത്തോലി ഫ്രൈ പാചകക്കുറിപ്പില്ലേ അത് ഫേസ്ബുക്കിൽ ഹിറ്റാ. നത്തോലി ഫ്രൈക്ക് എന്തിനാ പാചകക്കുറിപ്പ്? അതങ്ങോട്ട് ഫ്രൈ ചെയ്താ പോരെ? പക്ഷെങ്കിൽ എന്റെ പാചകക്കുറിപ്പിന് എത്ര ലൈക്ക് കിട്ടിയെന്ന് അറിയോ? എന്ത് കിട്ടീന്ന്? ലൈക്ക്. എത്ര ലൈക്ക് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. നാളെ ഈ ഫേസ്ബുക്ക് ഒന്നും പറഞ്ഞു നടന്നിട്ട് അടുക്കളയ്ക്ക് അറിയില്ലെങ്കിൽ അനക്ക് എന്റെ അടുത്തുണ്ടെങ്കിൽ കിട്ടൂ. ആ ലൈക്കല്ല, ഒന്നാം തരം. നിങ്ങക്ക് അസൂയ. ഞാൻ ന്യൂ ജനറേഷൻ ആയി പോയെന്റെ അസൂയ. എന്നെ അങ്ങനെ തച്ചാണ്ടല്ലോ ഞാനത് ഫേസ്ബുക്കിൽ ഇടൂ. മൈ ഹസ് മൂസ തല്ലീന്ന്. അന്നെ കൊണ്ട് നമ്മള് തോറ്റ്. ഇതൊന്ന് മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോ. ഓളൊരു ഫേസ്ബുക്ക് മാങ്ങാത്തൊലി. മൂസക്കായേ ഇങ്ങോട്ട് നോക്കി. നാളെ ഞാൻ നല്ലൊരു ഫോട്ടോ ഇടും. നിങ്ങളൊപ്പരുള്ള ഫോട്ടോ അല്ല കേട്ടോ. നിങ്ങളെ കണ്ടാൽ ആരും ലൈക്ക് തരൂല. നാട്ടുകാരെ ലൈക്ക് ഇട്ടിട്ടല്ല നമ്മൾ ജീവിക്കണേ, നമ്മൾ അധ്വാനിച്ചിട്ടാ. അല്ല ഈ ലൈക്ക് എന്ന് വെച്ചാൽ എന്തു കുന്താ? ഇഷ്ടം. എനിക്ക് 146 ലൈക്ക് കിട്ടി. ആരാ ഈ 146 ആൾക്കാര്? പലരും ഉണ്ട്. ആണുങ്ങളും എത്രോ. അപ്പൊ ഓരൊക്കെ അന്നെ ഇഷ്ടപ്പെടുക? പിടിപെട്ട് പോയത്. നിങ്ങൾ ഓൾഡ് ജനറേഷനാ. ന്യൂ ജനറേഷൻകാരൊന്നും നിങ്ങൾക്ക് അറിയില്ല. ആരെങ്കിലും ചോദിച്ചാ ഫേസ്ബുക്ക് ഇല്ലാന്നൊന്നും പറയല്ലേ. ഉണ്ടെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ നാണക്കേടാ. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, വേറൊരു ബുക്ക് ഉണ്ട്. ഏത്? പറ്റുബുക്ക്. പലചരക്ക് കടയിലെ പറ്റുബുക്ക്. എനിക്ക് കിടന്നുറങ്ങണോ? നാളെ രാവിലെ മുതൽ അധ്വാനിച്ചാലേ ആ പറ്റുസിലെ കടങ്ങൾ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. പഠിച്ചോനെ, നാളത്തെ ഫോട്ടോക്ക് 250 ലൈക്കെങ്കിലും കിട്ടണേ. ഒന്ന് കിടന്നുറങ്ങടി പോത്തെ. ഓ, ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത മനസ്സേ. ലൈക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടോ? പാത്തുവോ, ഒരു ചായ ഇട്ടുവോ? ഞാനേ എന്റെ ഒരു ഫുഡിന്റെ ആരാധകനുമായിട്ട് ചാറ്റിങ്ങില. തളിക്കുളത്തുള്ള ഒരു വിപിനി. വേറൊരു കാര്യമുണ്ട്, എന്റെ തേങ്ങാ ചമ്മന്തിന്റെ റെസിപ്പിക്കുണ്ടല്ലോ 140 ലൈക്ക്, 50 കമന്റ്. മോളെ റസിയ, ഉപ്പാക്കൊരു ചായ ഉണ്ടായിക്കൊണ്ടോ മോളെ? ഞാൻ വാട്സാപ്പിൽ ഗ്രൂപ്പ് ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇട്ടിട്ട് പോയ ഫ്രണ്ട്സ് ഒക്കെ പിണങ്ങും. ഇതെന്തൊരു കാലാ പഠിച്ചോനെ, ഞമ്മക്കാണ് ഇതൊന്നും മനസ്സിലാവണില്ല. അല്ല വേറൊരുത്തൻ്റെ ഇവിടെ ഓനോടെ പോയി. ആ ഓനെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കിയിട്ട് പുലർച്ചെ 3 മണി കഴിഞ്ഞിട്ടാ ഉറങ്ങിയേ. ക്ഷീണിച്ചുറങ്ങ പാവം. മൂസക്കായി, കോഴിക്കോട് ബീച്ചിന് എടുത്തുണ്ടല്ലോ അലിബായി എന്ന് പറഞ്ഞ ഹോട്ടലില് പൊരിച്ച ഐസ്ക്രീം ഉണ്ട്. ദാ ഈന്റെ അകത്തുണ്ട്, ചിത്രമുണ്ട്. വൈകുന്നേരം വരുമ്പോ വാങ്ങി വരണേ. ഇങ്ങനെയാണെങ്കിലേ ഫേസ്ബുക്ക് പോലെ നിരാശനായിട്ട് MIT മൂസ ആത്മഹത്യ എന്നുള്ള വാർത്ത വല്ലാണ്ട് വൈകാണ്ട് ഫേസ്ബുക്കിൽ വരൂ. പാത്തു ഒരു ചായ കിട്ടുവോ? മൂസക്കായി, എന്ത് രസാണ് ഈ ഫേസ്ബുക്ക്. ഇതൊരു അനന്ത സാഗര. ഇതിന്റെ തീരത്ത് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കണ ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ. ദാ ഈല് മുഴുകി കഴിഞ്ഞാണ്ടല്ലോ ഞമ്മക്ക് ചായയും വേണ്ട ഭക്ഷണവും വേണ്ട. നിങ്ങളൊന്ന് പഠിക്കും ഫേസ്ബുക്ക്. ഞാനും കൂടി പഠിച്ചാലേ ഈ കുടുംബം പട്ടിണിയായി പോവും. നിങ്ങളെല്ലാരും കൂടി ഫേസ്ബുക്ക് സാഗരത്തിൽ ഇങ്ങനെ നീരാടിക്കോളി. ഞാൻ ആ സാഗരത്തിന് കിട്ടണ മീനിനെ വിറ്റിട്ട് വരാം. ദാ ഒരു 1/2-3 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചായ ഉണ്ടാക്കി തരാം. എനിക്ക് എന്റെ ചായ വേണ്ട. അത് നേരത്തെ എന്റെ ചീറ്റ് ചെയ്തില്ലേ തളിക്കുളത്ത് ഒരു വിപിന്, ഓനായിട്ട് കൊടുക്ക്. അല്ല പിന്നെ ഓളെ ഒലക്കമ്മലൊരു ഫേസ്ബുക്ക് മണ്ടേ വേണ്ട. അല്ലോ ദാ പിന്നെ കമന്റ് മോളെ 144 ലൈക്കും 18 കമന്റും ഉണ്ട് ചപ്പാത്തിക്ക്. ഇന്ന് വേറൊരു സൈസിലുള്ള ഇടണോ ചീരോ ചപ്പാത്തി. ചീരമോൾ കിട്ടിട്ടില്ല. ഇത് നോക്കി വാട്സാപ്പിൽ എന്റെ ഫ്രണ്ടാ. എന്താണ് മൂസാക്ക, നിങ്ങൾ ചായ കുടിക്കണ്ടല്ലേ വീട്ടിൽ നിന്ന് പോന്നത്? അതെങ്ങനെ അറിഞ്ഞി? പാത്തുമ്മന്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു മൂസാക്ക പോയി വിത്തൗട്ട് ചായ. പഠിച്ചോനെ, ഓളത് നാട്ടുകാരെ അറിയിച്ചു. ആ പോസ്റ്റിന് 100 ലൈക്ക് ആയിട്ടുണ്ട്. പോസ്റ്റോ? ആ, നമ്മളെ ജീവിതം തന്നെ പോസ്റ്റായിട്ട് നിൽക്കാണ് വർമാജി. മീൻ എന്താ ഉള്ളത്? മീന് മത്തിയാ.
മത്തി വേണ്ട മൂസാക്ക. എന്നാ പിന്നെ അതും കൂടെ ഫേസ്ബുക്കിൽ ഇട്ടുകൂടായിരുന്നോ? ഏത് മത്തി മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നും മിണ്ടടക്കിന്ന് ഇവിടെ മനുഷ്യൻ പിരാന്തി പിടിച്ച് നിൽക്കുക. റിസ്വാനെ, റസിയ, പാത്തുവോ പാത്തുവോ, എല്ലാരും കേൾക്കാനാ പറയണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ വീട്ടിൽ വളരെ ഒറ്റപ്പെട്ട കഴിയണ്. ഈ വീട്ടിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും എപ്പോഴും ഫേസ്ബുക്കിലാ. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഒക്കെ ഉപ്പ ലോൺ എടുത്തിട്ടാ വാങ്ങിയത്. മക്കൾക്ക് പഠിത്തമൊക്കെ നന്നാവട്ടെ വെച്ചിട്ട്. പക്ഷെ അതിൽ പിന്നെ ആർക്കും ഇവിടെ ഒന്നിനും സമയമില്ല. ഫേസ്ബുക്കും ഇന്റർനെറ്റ് ഒന്നും വേണ്ടെന്നല്ല, ഒക്കെ നമുക്ക് വേണം, ആവശ്യത്തിന് മാത്രം. ഫേസ്ബുക്ക് മൂലം ജീവിതം നഷ്ടമായ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ദിവസേന പത്രത്തിൽ വായിക്കുന്നില്ലേ? ഈ വീട്ടിൽ തന്നെ ഇപ്പൊ ഞമ്മക്ക് പരസ്പരം ഒന്നും സംസാരിക്കാൻ ഇല്ലാണ്ടായിരിക്കുന്നു. ഉപ്പക്ക് ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഉപ്പ ഒറ്റപ്പെട്ട പോലെ വീട്ടില്. ഇല്ല മുസക്കായി, സോറി. പെട്ടെന്ന് ഫേസ്ബുക്ക് കണ്ടപ്പോ ആക്രാന്തം വന്നോയതാ. ഞമ്മക്ക് ഈ ഉമ്മർത്ത് കുത്തിന്ന് ഇനിയും വർത്താൻ പറയണോ? ശരിയപ്പാ, പറഞ്ഞേ സോറി. ഞങ്ങളുടെ ശ്രദ്ധക്കുറവാ, അല്ലെങ്കിൽ അറിവില്ലായ്മ. പലർക്കും ഫേസ്ബുക്കാണ് അവരുടെ എല്ലാം. വീട്ടിലിരുന്നും തുമ്മുന്നതും മൂത്രമൊഴിക്കുന്നതും ഒക്കെ ഈ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഞമ്മക്കെല്ലാം വേണം, ആവശ്യത്തിന് മാത്രം. നിങ്ങൾക്കൊരു സുലൈമാൻ ഇട്ട് തരട്ടെ? ഞങ്ങൾക്കും വേണോ? എല്ലാവർക്കും ഓരോ കട്ടൻ ചായ ഇട്ടും കൊണ്ട് വാ. അതും കുടിച്ചിട്ട് ഞമ്മക്ക് ഈ ഉമ്മർത്തിരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം. തൽക്കാലം ഫേസ്ബുക്ക് മറന്നിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം.